അവിടെ പറഞ്ഞതുപോലെ രക്ഷാപ്രവർത്തനം നല്ല ദുഷ്കരമാണ്. പാറ മുകളിൽ നിന്ന് നടന്ന് വീഴുന്നുകൊണ്ടിരിക്കുന്നു, സ്ഥലത്തെത്തുന്നതിനുള്ള പ്രയാസവും എല്ലാം ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ കോന്നിയുടെയും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെയും ഫയർഫോഴ്സ് യൂണിറ്റും പോലീസും എല്ലാം ഉണ്ട്. ജില്ലാ കളക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം കൂടി വരുന്നുണ്ട്. എത്രയും വേഗം തന്നെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം, അതോടൊപ്പം തന്നെ രക്ഷാദൗത്യത്തിൽ അംഗങ്ങളുടെ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്ലാൻ തയ്യാറാക്കി മുമ്പോട്ട് പോയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ പാറമടയെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് പാറമടയിലെ ക്രഷറിന്റെ ലൈസൻസ് കഴിഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പാറമടയ്ക്കെതിരെ മുൻപ് പഞ്ചായത്ത് അംഗം അടക്കം പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇതിലൊരു സത്യാവസ്ഥ എങ്ങനെയാണ്? നാട്ടുകാർ ഈ ക്രഷറിനെതിരെ ധാരാളം പരാതികളെല്ലാം നിലനിൽക്കുന്ന ഒരു ക്രഷറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഒക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. എന്തായാലും പ്രാഥമികമായി നോക്കുമ്പോൾ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലാണ് ആ ക്രഷർ പ്രവർത്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഏക്കർ കണക്കിന് പാറ അപകടകരമായ സാഹചര്യം നിൽക്കുമ്പോൾ അതിനുള്ളിൽ അതിനടിവാരത്ത് തൊഴിലാളികളെ പണി ചെയ്യിപ്പിക്കുന്ന സാഹചര്യം അത് അപകടം വിളിച്ചു വരുത്തുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.